മലയാള സിനിമയിലേക്ക് അദാനി 15 കോടി രൂപ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു വാർത്ത വന്നിരുന്നു. അത് വലിയ വിവാദമാവുകയും ചെയ്തു. സത്യത്തിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഇപ്പൊ നമ്മുടെ ഇവിടെ ഇരുന്ന് പത്മജ മേനോൻ BJP-യുടെ ഒരു നേതാവ് പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ അത് മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്. ഇത് ലക്ഷ്മിപ്രിയ ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു 14 കോടി, 15 കോടിയിൽ നിന്ന് 1 കോടി കുറവാണെന്നേ ഉള്ളൂ. ആ 14 കോടി ഇതുപോലെ കിട്ടും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇനി ഇത് മാത്രമല്ല, അടുത്തൊരു സംഭവം കൂടി നമ്മൾ ചേർത്ത് വെക്കണം. അത് BJP-യിലേക്ക് അല്ലെങ്കിൽ NDA-യിലേക്ക് സ്ഥാനാർത്ഥികളെ കൊടുക്കുന്നതിന് വേണ്ടി ശ്വേത മേനോൻ 2 കോടി രൂപ മേടിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം AMMയുടെ ജനറൽ ബോഡി ഈ പറയുന്ന ബാബുരാജ് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ നമുക്കിപ്പോ ഓക്കെ, ഇത് ശരിയാണ് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് വാസ്തവങ്ങളൊന്നുമില്ലെങ്കിലും ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ളൊരു ഇത് വർത്തമാനം എന്തുകൊണ്ട് ഉണ്ടാവും എന്ന് വെച്ചാൽ അത് വെറുതെ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന്, പിന്നെ ഈ സ്ഥാനാർത്ഥികളെ കൊടുത്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. കാരണം ഇപ്പൊ ലക്ഷ്മിപ്രിയ ആണെങ്കിലും അതല്ലെങ്കിൽ അഞ്ജലി നായർ ആണെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ നിരവധി പേർ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ചു അല്ലെങ്കിൽ മത്സരിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ ലക്ഷ്മിപ്രിയ മത്സരിച്ചില്ല, അതുപോലെ അഖിൽ മാരാർ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ മത്സരിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. 2020യുടെ സ്ഥാനാർത്ഥിയാണ്, ബേസിക്കലി NDA ആണല്ലോ. അതായത് 2020 എന്ന് പറഞ്ഞാൽ പോലും ഇത്തരത്തിലുള്ള ആളുകൾ വരുന്നത് ഒരിക്കലും BJP-യോട് സംസാരിക്കാതെ ആകുമെന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ. പിന്നെ ഇതോടൊപ്പം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം 2 ആരോപണങ്ങൾ കൂടി വന്നിരുന്നു. അത് ആളുകൾ ആരും അധികം നോട്ട് ചെയ്തിട്ടില്ല. ഒന്ന്, ഈ നമ്മുടെ അൻസിബ ഹസനെതിരെ തീവ്രവാദി എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ജിഹാദി എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് പക്ഷേ നീന കുറുപ്പിനോട് പറഞ്ഞതാണ്, അതൊരു ഹിയർസേ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മതവർഗീയ ശക്തികളാണ് ഈ പറയുന്ന അൻസിബ ഹസന്റെ പുറകിൽ എന്നുള്ളത് വന്ന് പറഞ്ഞത് ആരാണ്? വന്ന് പറഞ്ഞത് നമ്മുടെ ലക്ഷ്മിപ്രിയയാണ്. ആ ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമത്തിന് കൊടുത്തിട്ടുള്ള ഈ പറഞ്ഞ പോലെ വീഡിയോയിൽ കൃത്യമായ ഒരു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇതോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? കേരളത്തിലെ ഒരു പ്രമുഖനായിട്ടുള്ള സൂപ്പർ താരം, അദ്ദേഹം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. അതായത് BJP അനുകൂലകളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം മീഡിയ വണ്ണിൽ ഇരുന്ന് അജിംസ് കൃത്യമായിട്ട് ഓൺ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുള്ളതിന് ശേഷം വന്നിട്ടുള്ള ഒരു കമന്റ് നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് എന്താണെന്ന് അറിയാം? ആ താരത്തിന്റെ മകൻ ഈ അൻസിബ ഹസനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് തോന്നി. അപ്പൊ ആരായിരിക്കും മകൻ? ഞാൻ പറയുന്നത് താരത്തിന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല. താരമാരാണ് എന്നുള്ളത് ഉറപ്പായിട്ടും BJP-യുടെ അടുപ്പമുള്ള ഒരാളാണ്. അപ്പൊ അത്തരത്തിൽ BJP അനുകൂലമായിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഈ അൻസിബ ഹസനെ പോലെയുള്ള ആളുകൾക്കെതിരെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യമാണ് അജിംസൊക്കെ ആരോപിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ കാര്യം കേരള സിനിമയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന ഒരു സിനിമാ പ്രവർത്തകരുടെ സംഘടനയിലേക്ക് കൃത്യമായിട്ടൊരു ബന്ധമുണ്ടാക്കാനും അവരെ വരുതിയിലാക്കാനും അദാനി വഴി BJP ശ്രമിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യമാണുള്ളത്. അത് നടന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ? ഇപ്പൊ ഹിന്ദി സിനിമ എടുത്തു നോക്കിയിട്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാലോ ഹിന്ദി സിനിമയിൽ എത്തരത്തിലുള്ള സിനിമകളാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ, കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന ഒരു സിനിമ, അതുപോലെ തന്നെ ദുരന്തർ എന്ന് പറയുന്ന സിനിമ, ഇതെല്ലാം എന്താണ്? യഥാർത്ഥത്തിൽ പ്രൊപ്പഗാണ്ട സിനിമകളാണ്. ഈ പ്രൊപ്പഗാണ്ട സിനിമകൾ ഇവിടെ മാത്രമല്ല, ഇപ്പൊ പണ്ട് ഹിറ്റ്ലറുടെ കാലത്തും ഇതുപോലെ പ്രൊപ്പഗാണ്ട സിനിമകൾ ഉണ്ടായിരുന്നു. സിനിമ ഇൻഡസ്ട്രി അങ്ങനെ തന്നെ പിടിച്ചിരുന്നു. അപ്പൊ അത്തരത്തിൽ സിനിമ ഇൻഡസ്ട്രിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇപ്പൊ നന്ദകുമാർ എന്ന് പറയുന്ന വെണ്ണല ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ആള് പോലും അദ്ദേഹത്തിന് അദാനിയും അതുപോലെ കോർപ്പറേറ്റുകളും ഒക്കെ ആയിട്ട് വലിയ ബന്ധമുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം 75 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇത്തരത്തിലുള്ള പണവും കൂടി വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു സാംസ്കാരികമായിട്ടുള്ള അധിനിവേശത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചതാണോ? കാരണം സാംസ്കാരികമായിട്ടുള്ള അധിനിവേശത്തിന് ശ്രമിച്ചാൽ ഒരു ഗുണമുണ്ട്. കേരളത്തില് ഇന്ത്യയിലൊക്കെ തന്നെ ലോകത്തെവിടെയും ആളുകളെ വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിനിമയാണ്. ആ സിനിമയിൽ കേരളത്തിലൊക്കെ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ഉണ്ണി മുകുന്ദന്റെ ഒരു സിനിമ വന്നത് നമുക്കറിയാം. അതായത് ഭക്തി കുറച്ചുകൂടി ആളുകളിൽ കൂട്ടുന്ന, കുറച്ചുകൂടി അത് പരിപോഷിപ്പിക്കുന്ന സിനിമകൾ കൂടുതലായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്.
അല്ലാത്ത സിനിമകൾക്കെതിരെ വലിയ പ്രശ്നങ്ങളും കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് ജാനകി എന്ന് പറയുന്ന ഒരു സിനിമക്ക് പോലും ജാനകി എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കരുത്, അല്ലെങ്കിൽ അതിന്റെ കഥാപാത്രത്തിന്റെ 78-90 വരുന്ന സീനുകൾ പേരുകളിൽ നിന്ന് വെട്ടിമാറ്റണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഇടപെടാൻ ഈ ഫണ്ട് കൂടി കൊണ്ടുവന്ന് കേരള സിനിമയെ പിടിക്കാനുള്ള ഒരു ശ്രമമാണോ എന്നുള്ളൊരു ചോദ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇത് മറ്റു പല സ്റ്റേറ്റുകളിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. സംഘപരിവാർ മറ്റു പല വഴികളിലൂടെയും ഇതുപോലെ ഫണ്ട് ഇറക്കുകയും സിനിമകളുടെ പ്രമേയങ്ങളും അതിൽ സ്വാധീനിക്കാനുമുള്ള വലിയ ഇതുണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ഉണ്ണി മുകുന്ദനെ സമാജം സ്റ്റാർ എന്നൊക്കെ പലരും വിളിക്കുന്ന, കളിയാക്കി വിളിക്കുന്ന കാര്യമുണ്ട്. നമ്മളങ്ങനെ വിളിക്കുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സിനിമാ രംഗത്തേക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു കാര്യമാണ്. ആ ഗൗരവമുള്ള കാര്യത്തെ അഡ്രസ് ചെയ്യാൻ, ഞാനിപ്പോ ഇത് ആരോപണമായിട്ടൊന്നും ഉന്നയിക്കുന്നില്ല, പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ശ്വേതാ മേനോൻ വന്ന് മറുപടി പറയണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അദാനിയെ പോലൊരാള് വെറുതെ 1 രൂപ മുടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഒരാവശ്യം, പുള്ളിയുടെ കയ്യിൽ വലിയ സമ്പന്നാണ്, കാശുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആവശ്യമില്ലാതെ 1 രൂപ എടുത്ത് മുടക്കും ആരെങ്കിലും ബിസിനസ്സുകാരൻ? ഇല്ല. ബിസിനസ്സുകാരൻ കാശ് മുടക്കുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. എൻ്റെ അടുത്ത് തന്നെ നേരത്തെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, അത് വ്യക്തിപരമായ സംസാരമാണ്, അതുകൊണ്ട് ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ ശ്വേത അവിടെ തന്നെ ഇരുന്നിരുന്നുവെങ്കിൽ വലിയ ഡെവലപ്മെന്റ്സ് AMMയിൽ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഇന്നസെന്റ് ഒക്കെ ഇരുന്ന പോലെ വേണമെങ്കിൽ 10, 20, 25 കൊല്ലം അവരുടെ ഇരിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, എന്തിനാണ് അദാനി ഇത്തരത്തിലുള്ള പണം ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്, ബാബുരാജ് പറഞ്ഞ ഒരു ആരോപണത്തിന് ശ്വേത വന്ന് മറുപടി പറയേണ്ടതാണ്. അല്ലാതെ ശ്വേത വന്നിട്ട് മമ്മൂട്ടിയും മോഹൻലാലിനോട് തുടരാൻ പറഞ്ഞു എന്നുള്ളത്, അത് വേണമെങ്കിൽ ഇപ്പൊ എനിക്കും പറയാം, രതീഷ് ചക്രവാണിയോട് AMMയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ മമ്മൂട്ടി മോഹൻലാലും വിളിച്ചു പറഞ്ഞു എന്ന് പറയാം. അവരെന്ത് ചെയ്യാൻ പോണില്ല, എതിർക്കാൻ? ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ. അപ്പൊ BJP രാഷ്ട്രീയം ഉള്ളവർ മലയാള സിനിമയിൽ വന്നു എന്നുള്ളതിന്റെ പേരിൽ ഇത്രയും പറയേണ്ട കാര്യമുണ്ടോ? BJPയുടെ രാഷ്ട്രീയം ഓരോരുത്തർക്കും ഉണ്ടാകുന്നതിന് നമ്മൾ എതിരല്ലാന്ന്. ഇപ്പൊ മോഹൻലാൽ അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. നേരത്തെയൊക്കെ, ഇപ്പൊ പ്രജിതക്കൊന്നും ഓർമ്മയുണ്ടാവില്ല, അദ്ദേഹം നിരവധി തവണ ബ്ലോഗുകളൊക്കെ എഴുതിയിരുന്നു, ഇന്ത്യ രാഷ്ട്രത്തെക്കുറിച്ചും അതുപോലെ സൈന്യത്തെ പ്രകീർത്തിച്ചും ഒക്കെ തന്നെ നിരവധി കാര്യങ്ങൾ ചെയ്തിരുന്നു. അതിനെ നമ്മൾ ആരും എതിർത്തില്ലല്ലോ. നമ്മൾ മോഹൻലാലിനെ ഇഷ്ടപ്പെടാതിരുന്നില്ല, നമ്മൾ മോഹൻലാലിന്റെ സിനിമകൾ കാണണ്ടെന്ന് തീരുമാനിച്ചില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അതിനൊരു വലിയ തോതിൽ പണമിറക്കിക്കൊണ്ടുള്ള ഒരു സ്വഭാവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വിമർശിക്കപ്പെടേണ്ടതല്ലേ? വ്യക്തിപരമായി പ്രജിത ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഒരു നടിയാണെന്ന് ചോദിച്ചാൽ പ്രജിത അഭിനയിക്കുന്നു, പ്രജിതക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാവുന്നു, നമുക്കതിൽ ആർക്കും തെറ്റു പറയാൻ ഇല്ല. ഇപ്പൊ ലക്ഷ്മി പ്രിയക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ട്, നമുക്കതറിയാം, അതിൽ തെറ്റില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംഘടനയെ ഒരു അധാർമികമായി പണം കൊടുത്ത് വിഴുങ്ങാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? അങ്ങനെയെങ്കിൽ എത്ര പേരുടെ ഫണ്ടുകൾ ഇത്തരത്തിൽ വരാനുള്ള സാധ്യതകളില്ല? ഇപ്പൊ CSR ഫണ്ട് ഉൾപ്പെടെയുള്ളവ വരാൻ സാധ്യതകളില്ലേ? അല്ല, സാധ്യതകളുണ്ട്, അതിനൊന്നും തെറ്റില്ല. പക്ഷെ ആ സംഘടനക്കുള്ളിൽ തന്നെയുള്ള ബാക്കിയുള്ള ആളുകൾക്ക് ഇതിനെ എതിർക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. ഉദാഹരണത്തിന്, ഇവിടെ പ്രജിത പറഞ്ഞ പോലെ ചോദ്യം വളരെ ലളിതമാണെന്ന് തോന്നുന്നു. അല്ല, ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഒരു MLA നാളെ BJPയിലേക്ക് മാറിയാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ അത് ഇതുപോലെ ഇല്ലിസിറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷനിൽ 15 കോടിയോ 10 കോടിയോ ഓഫർ ചെയ്യപ്പെട്ട് മേടിച്ചുകൊണ്ടാണ് മാറുന്നതെങ്കിൽ അത് തെറ്റാണ്. കാരണം അങ്ങനെ ഒരു കൈക്കൂലി മേടിച്ചുകൊണ്ട് മാറുന്നത് ധാർമ്മികമായിട്ട് ശരിയല്ല. പ്രത്യേകിച്ചും ഒരു സംഘടനയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ആ സംഘടനയെ മൊത്തത്തിൽ അത്തരത്തിൽ സ്വാധീനിക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണത്. ഞാൻ പറയുന്നത്, ഇപ്പൊ ഇതൊരു ആരോപണം മാത്രമാണ്. ആ ആരോപണങ്ങൾക്ക് വളരെ ഉറച്ച ശബ്ദത്തോടു കൂടി കൃത്യമായിട്ട് ശ്വേതാ മേനോൻ വന്ന് മറുപടി പറയണമെന്നുള്ളതാണ്. നമുക്കറിയില്ല അത് ശരിയാണോ ഇല്ലെന്നൊന്നും നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷെ ശ്വേതാ മേനോൻ വന്ന് ക്ലാരിഫൈ ചെയ്യണം. അല്ലാതെ മമ്മൂട്ടിയും മോഹൻലാലും എന്നോട് മറ്റേ ഇത് പറഞ്ഞു, അതായത് ഞാൻ എന്നോട് ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു, അതൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ മമ്മൂട്ടി മോഹൻലാലൊക്കെ പറയാനും സാധ്യതയുണ്ട്. കാരണം മോഹൻലാലിനെ സംബന്ധിച്ച് ചിലപ്പോൾ വിളിക്കുമ്പോൾ പുള്ളി എന്ത് ചെയ്യും, ശ്വേതയോടൊപ്പം നിൽക്കും. കാരണം അപ്പുറത്തവർ വിളിക്കുമ്പോൾ അവരുടെ ഒപ്പം നിൽക്കും. അവർ ബേസിക്കലി ഒരു ബിസിനസ്സുകാരാണ്, കാരണം അവരുടെ ബ്രാൻഡ് സെല് ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താ? വിഷയം ഇതാണ്. ഈ വിഷയത്തിന് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ഞാൻ ഒരുപക്ഷെ AMMയിൽ നിന്ന് കേട്ടിട്ടുള്ള ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണം ഇതാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ വന്നിട്ട് പറയണം, ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നോ?
ഇല്ലെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം ഇത് ഓക്കെ പത്മജാമേനോ പറഞ്ഞാൽ നമുക്ക് വിടാം, അത് പുറത്തു നിന്നുള്ള ഹിരസ്യാന്ന് പറയും. പക്ഷെ പത്മജാമേനോ പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അവര് BJP-യുമായി ബന്ധമുള്ള ഒരു പക്ഷെ നേതാവാണെന്നുള്ളത് അവരത് ഇതിനകത്ത് കിട്ടിയെന്നല്ല പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങനെയുള്ള കോണ്ടാക്ട്സ് ഉണ്ട്, അത് അല്ല കിട്ടുവാണെങ്കിൽ കിട്ടിയെന്നല്ലത്. നല്ലതല്ലേ എന്നാണ്. അല്ല, നിങ്ങൾ അറിയേണ്ടത് എന്തിനാണ് പ്രജിത ഒരു സംഘടനയിലേക്ക് 15 കോടി രൂപ ഒരാൾ കൊടുക്കുന്നത്? എന്തിനായിരിക്കും അത്? അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമില്ലേ? ഇപ്പൊ നാളെ നിങ്ങൾ അറിയേണ്ടത് ഒരു ക്ലബ്ബ് എന്ത് ചെയ്യുന്നു, ഒരു ഉത്സവത്തിന് ഒരു സംഭാവന കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു 10 ബാനറെങ്കിലും കിട്ടിയേക്കെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇത് നിസ്സാര എമൗണ്ട് അല്ല. 15 കോടി രൂപ, അതായത് 1500 ലക്ഷം രൂപ ഒരാൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അദാനിക്ക് അതുകൊണ്ട് എന്താണ് ഒരു ഗുണം, അല്ലെങ്കിൽ പുള്ളി എന്താണ് അതിൽ നിന്ന് തിരിച്ചു പ്രതീക്ഷിക്കുന്നത്? അതിന്റെ പിന്നിൽ ഇത്തരത്തിൽ കേരളത്തിലെ സിനിമകളിലേക്കും മലയാള സിനിമകളിലേക്കും ഒക്കെ തന്നെ രാഷ്ട്രീയം കലർത്താനുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അജണ്ടകളോടുകൂടി ഒരു പ്രൊപ്പഗാണ്ട സെറ്റ് ചെയ്യാനുള്ള പദ്ധതികളുണ്ടോ എന്നുള്ളത് ആരെങ്കിലും സംശയിച്ചാൽ നമുക്കില്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോഴും പക്ഷെ അടുത്ത ചോദ്യമുണ്ട്, ശ്വേതാ മേനോനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ വിചാരിച്ചാൽ അത് സാധിക്കും എന്നുള്ളതാണ്. അത് സാധിക്കില്ല എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇതൊരു വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. കാരണം ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ഹിന്ദി സിനിമകളിൽ നമ്മൾ എത്ര സിനിമകൾ ഇതുപോലെ കാണുന്നുണ്ട്. ഫണ്ടഡ് ആയിട്ടുള്ള പ്രൊപ്പഗാണ്ട സിനിമകളാണ് വരുന്നത്. അപ്പൊ അതേപോലുള്ള ഒരു ലെവലിലേക്ക് മലയാള സിനിമയും മാറുന്നതിന്റെ ലക്ഷണങ്ങൾ നേരത്തെ തന്നെ കാണിച്ചു തുടങ്ങി, ഒരു സംശയമില്ല കാര്യം. ആ ഒരു ലക്ഷണങ്ങളൊക്കെ നിരവധി കാണിച്ചു തുടങ്ങി. പക്ഷെ ഇവിടെ ഒരു ചെറുത്തുനിൽപ്പുണ്ട്. ആ ചെറുത്തുനിൽപ്പിനെ കുറിച്ച് രാഷ്ട്രീയമായി സംസാരിക്കാനുള്ള അവകാശം അതിലെ അംഗങ്ങൾക്കെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം ഉണ്ടല്ലോ. കാരണം സംഘടന ഇങ്ങനെ എന്ത് ചെയ്യണ്ട, നിങ്ങൾ അടിമപ്പെടുത്തണ്ട, നിങ്ങൾ ഈ പണം എന്ത് ചെയ്യണ്ട, മേടിക്കണ്ട എന്ന് പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ, ഒന്ന് മീഡിയ വണ്ണിൽ അജിംസ് ഉന്നയിച്ച പോലെ കേരളത്തിലൊരു സൂപ്പർ താരം ഇത്തരത്തിലൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഇത് പ്രചരിപ്പിക്കാനുള്ള ശ്രമമുണ്ട്. ഓക്കെ, അത് ഇപ്പൊ ഈ പ്രചരിപ്പിച്ചാൽ നമുക്ക് ഇല്ലെന്നോ നിയമവിരുദ്ധമൊന്നുമല്ല അവർ തമ്മിൽ സംസാരിക്കുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് AMM എന്ന് പറഞ്ഞ സംഘടനയിലേക്ക് എന്തിനാണ് വന്നത്, എന്തുകൊണ്ടാണ് വരുന്നത്? ഇനി അവ വന്നിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക, അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നെങ്കിൽ അത് എന്തിനാണ് നമ്മൾ ആലോചിച്ചിട്ട് വേണ്ടി എടുക്കാൻ? അത് ഏറ്റവും കുറഞ്ഞ പക്ഷെ അതിലുള്ള അംഗങ്ങളുടെയെങ്കിലും ഒരു അനുമതി അതിന് വേണ്ടേ? അത്രയും ചോദിക്കുന്നുള്ളൂ. അപ്പൊ അത് അങ്ങേയറ്റം സീരിയസ് ആയിട്ടുള്ള ഗൗരവത്തിലുള്ള ഒരു കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നില്ല ഇത് ഒട്ടും ഇല്ലാത്തൊരു കാര്യമാണെന്ന്. കാരണം ഇപ്പൊ നമ്മുടെ ചാനലിൽ ഇരുന്ന് പത്മജ പറഞ്ഞ പോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ അതിനേക്കാൾ പ്രശ്നമാണ്, കാരണം അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്ന, അവരുടെ ഒരു ഭാരവാഹിയായിരുന്ന ലക്ഷ്മിപ്രിയ വന്ന് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് 2 ദിവസം കഴിയുമ്പോഴാണെങ്കിലും. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദർ, അതവിടെ ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ വന്നാൽ, ഇങ്ങനെ വലിയ സംഭാവനകൾ വന്ന് ശ്വേതക്ക് അവിടെ തന്നെ പ്രസിഡന്റായി നിരവധി കാലം തുടരാൻ പറ്റും എന്ന് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും കാഷ്വൽ ടോക്കിനിടക്കാണെങ്കിലും ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തെ എനിക്കറിയില്ല കേട്ടോ, ശ്വേതാ മേനോനൊന്നും ഇപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി വളരെ സീരിയസ്ലി മനസ്സിലാക്കിയിട്ട് സമ്മതിച്ചാണെന്നും വിചാരിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് ഇപ്പൊ അങ്ങനെ രാഷ്ട്രീയമായ ആഴത്തിലുള്ള അറിവൊന്നും ഉള്ള ഒരാളല്ലല്ലോ. അവരെ ചിലപ്പോ ഈ 15 കോടി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ മേടിക്കാന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്താണെങ്കിലും ശരി, ശ്വേതാ മേനോൻ ഇത് വന്ന് പുറത്തു വന്ന് പറയണം. ദിസ് നീഡ്സ് ആൻ എക്സ്പ്ലനേഷൻ, അത്രേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞ പക്ഷം ഇതൊരു വിശദീകരണം ആവശ്യപ്പെടുന്ന ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അതെന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, പറയണം. നമ്മളിപ്പോ ഇവിടെ നിന്ന് പലപ്പോഴും തമാശക്ക് AMM എന്ന സംഘടനയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യം. ഇപ്പൊ ബാബുരാജ് ഉന്നയിച്ച ആരോപണം, അത് വെറുതെ ആരോപണം ഉന്നയിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. അത് AMMയുടെ ജനറൽ ബോഡിയിൽ ഉന്നയിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്, 2 കോടി രൂപയുടെ ആരോപണം. അപ്പൊ ജനറൽ ബോഡിയിലെങ്കിലും ഈ 2 കോടി രൂപയുടെ ആരോപണം ഉണ്ടോ ഇല്ല എന്ന് മറുപടി പറയണ്ടേ? ആ ആരോപണം വന്ന ഉടനെ തന്നെ ശ്വേത ഇറങ്ങി ഓടിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഒരു നമ്മുടെ കേരളത്തെ ഭൂമികയെ സംബന്ധിച്ചോളം ശരിക്കും നമ്മൾ ഇടപെടേണ്ട ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. ബാക്കിയുള്ളതൊക്കെ എന്തുള്ള കാര്യമല്ല. ഇപ്പൊ ആർക്കെങ്കിലും അവിഹിതമുണ്ടോ ഹിതമുണ്ടോ, ഇനി ഹിതകരമാണോ അവിഹിതമാണോ എന്നൊക്കെ അവരൊക്കെ തീരുമാനിച്ചാൽ മതി, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഇത് നമ്മുടെ കാരണം CPM കേരളത്തിലേക്ക് ആധിപത്യം സ്ഥാപിക്കുന്നത് തന്നെ ഈ KPSCയുടെ നാടകങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യം ഇതിന്റെ കാര്യത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത്, ശ്വേതന് മറുപടി പറഞ്ഞില്ലെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലോ പോലെയുള്ള ആളുകൾ വന്നിട്ട് പറയേണ്ടതാണ് ഇത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് എന്ത് ചെയ്തില്ല, നമ്മൾ സമ്മതിച്ചില്ല. കാരണം ഇപ്പൊ മാലാപാർവതിയൊക്കെ വന്ന് ഇപ്പൊ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നതിന് ന്യായമുണ്ട്, ഈ പണം ഞങ്ങൾക്ക് വേണ്ട, കാരണം എന്തിനാണ് ഇത്രയും കൂടുതലായിട്ടുള്ള പണം. കൂടാതെ വേറൊരു കാര്യം കൂടി ഇപ്പൊ പ്രത്യേകം, എന്താ മൗറീഷ്യസിലോ മറ്റേ സിംഗപ്പൂരിലോ എവിടെയും കണ്ടുകൊണ്ട് AMMയുടെ ജനറൽ ബോഡി വെക്കാം, പിന്നെ 3000 രൂപ പെൻഷൻ കൂട്ടുമെന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ഒരു നമ്മളിവിടുത്തെ മൊത്തം സിനിമയെ അല്ലെങ്കിൽ ആളുകളെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വിലക്ക് മേടിക്കപ്പെടേണ്ട കാര്യമില്ലല്ലോ.
ഓക്കെ, ഇതൊന്നും കൊണ്ട് ഇപ്പൊ അങ്ങനെ മുഴുവനായിട്ടും അവരുടെ അധീനതയിലേക്കൊന്നും ഇത് പോകുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇവിടെ അതല്ലാതെയുള്ള സിനിമകളും ഉണ്ടാവും, എതിർത്ത് നിൽക്കാനുള്ള ആളുകൾ ഉണ്ടാവും. അതിപ്പോ എല്ലാ സ്ഥലങ്ങളിലും ഉയർന്ന് വരിക തന്നെ ചെയ്യും. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലെ അവരുടെ ഉള്ളിലുള്ള മറ്റേ അങ്ങോട്ട് ചിക്കി മാന്തി മറ്റേ ഞങ്ങൾ തോണ്ടി കുത്തി അല്ലെങ്കിൽ മറ്റേ ആ ഹിതം ഇത് ഹിതമല്ല അത് ഹിതം എന്നൊക്കെ പറയുന്ന കാര്യം പോലെ അല്ല ഇത്. ഇത് കുറെ കൂടി രാഷ്ട്രീയമായിട്ടുള്ള വിശദീകരണം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ ജോയ് മാത്യുവോ അല്ലെങ്കിൽ ഈ പറയുന്ന അതിനകത്തുള്ള ജയൻ ചേർത്തലയോ ഇവരൊക്കെ രാഷ്ട്രീയമുള്ളവരാണ്, ബാക്കിയുള്ളവർ രാഷ്ട്രീയമുള്ളവരാണ്. പക്ഷെങ്കിലും അവരത്രയും എക്സ്പ്ലിസിറ്റ് ആയി പ്രകടിപ്പിച്ചിട്ടില്ല. അവരൊക്കെ മറുപടി പറയേണ്ട കാര്യമാണിത്. വെദർ ദർ വാസ് എ ഡീൽ, അങ്ങനെ ഉണ്ടെങ്കിൽ വാട്ട് വാസ് ദെയർ റിക്വയർമെന്റ്സ്. നമ്മളിപ്പോ ഒരാൾക്ക് ഒരു 10,000 രൂപ എടുത്ത് കൊടുക്കുമ്പോൾ പറയുമല്ലോ നോട്ടീസിൽ നമ്മളെ പേരെങ്കിലും എന്ത് ചെയ്യണം, വെക്കണമെന്ന് പറയുമല്ലോ. അദാനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. സിനിമാ രംഗത്തിന് പരസ്യം കിട്ടിയിട്ട് അദാനിയുടെ പോർട്ടലിലേക്ക് ആരെങ്കിലും വന്ന് ഇൻവെസ്റ്റ് ചെയ്യൂ? ഇല്ലല്ല. പിന്നെ എന്താണ് അവരുടെ ആവശ്യം? ഇപ്പൊ ദൃശ്യം 3 എടുക്കുമ്പോൾ ശരിയാണ്, മറ്റേ ഷൈവ് ചെയ്തോണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് ഇങ്ങനെ കഴിഞ്ഞിട്ട് പറയാം, ഇപ്പൊ കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിലും ഉണ്ടല്ലോ എന്ന് പറയാം. ശരിയാ, 10-20 പേരും കൂടി കല്യാൺ ജ്വല്ലേഴ്സിൽ ചെന്ന് സ്വർണം മേടിക്കും. അദാനിക്ക് അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടോ? അദാനി പവർ ഇവിടെയും ഉണ്ടല്ലോ എന്ന് മോഹൻലാൽ ഷേവ് ചെയ്തിട്ട് പറയുമ്പോൾ നമ്മൾ അന്ന് ഒരു കാര്യം ചെയ്യാം, ഒരു 2 കിലോ ഇലക്ട്രിസിറ്റി അവിടെ നിന്ന് കൂടി മേടിച്ചേക്കാന്ന് വിചാരിക്കുക? വെക്കുക? ഇല്ലല്ല. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് അദ്ദേഹത്തിന് ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പോർട്ടിൽ നിന്നാ അദാനി കൊണ്ടുപോയിട്ട് നടത്ത് എന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം നമ്മുടെ കയ്യിൽ പോർട്ടില്ല, നമ്മുടെ കയ്യിൽ എയർപോർട്ടും ഇല്ല, നമ്മുടെ കയ്യിൽ ഇലക്ട്രിസിറ്റി ഇല്ല, നമ്മുടെ കയ്യിൽ കാറ്റാടി യന്ത്രങ്ങളും ഇല്ല. അപ്പൊ പിന്നെ എന്താണ്, വാട്ട് ഈസ് ദെയർ ഇന്റൻഷൻ? അല്ലെങ്കിൽ ഓക്കെ, ഇങ്ങനൊരു പരിപാടി ആയില്ല, ഇത് വെറുതെ ഞാൻ തമാശക്ക് എന്ത് ചെയ്താണ്, എഴുന്നേറ്റ് രാവിലെ കുളിച്ചിട്ട് അതുപോലെ തള്ളടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ, പറഞ്ഞാൽ മതി. ദ തിങ്സ് വിൽ ബി ക്ലിയർ. ഒരു കാര്യം കൂടി ഇതിന് ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കാനുണ്ട്, അതും കൂടി പറഞ്ഞത് കംപ്ലീറ്റ് ആവും. അദാനി കേരളത്തെ മേടിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പോർട്ടുകൾ മുതൽ പോർട്ട് സിറ്റിയാക്കൽ മുതൽ എല്ലാത്തിനും കൂടി ഇനി സിനിമയും കൂടി എന്ത് ചെയ്തു, അദാനി വിഴുങ്ങിയോ, എല്ലാ ശ്വേതാമേനോനെ വിഴുങ്ങിയോ, സതീശൻ മേനോനെ വിഴുങ്ങിയോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്. അത് നമുക്ക് അറിഞ്ഞാൽ മതി. പക്ഷെ ശ്വേതാമേനോ നമുക്ക് അറിയില്ല. ശ്വേത വന്നിട്ട് മറുപടി പറയണം. അല്ലാതെ മറ്റേ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ടിട്ട് ഞാനിപ്പോഴും പ്രസിഡന്റാണ്, ഞാൻ രാജിവെച്ചിട്ടില്ല, ഞാൻ ഇതെല്ലാം എന്ന് പറയണ്ട. ഇത് യഥാർത്ഥത്തിൽ കേരളീയരെ കുറെ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. മറ്റതൊക്കെ കുഴപ്പമില്ല, റൂം അടച്ചിട്ട് ഡീറ്റാക്കി തീർക്ക്, കുഴപ്പമില്ല.